കേരളത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള പഞ്ചായത്തായ കോഴിക്കോട്ടെ ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് ഇന്ന് ഏറെ അഭിമാനകരമായ ഒരു നേട്ടത്തിന്റെ നിറവിലാണ്. ഒരു ദേശീയ അംഗീകാരമാണ് ഈ പഞ്ചായത്തിനെ തേടിയെത്തിയിരിക്കുന്നത്. ആദ്യമായാണ് ഒരു പഞ്ചായത്തിനെ തേടി ഈ ദേശീയ അംഗീകാരം എത്തുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. ഇക്കുറി സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യതലസ്ഥാനത്ത് ദേശീയ പതാക ഉയരുമ്പോൾ കോഴിക്കോടിന് അഭിമാനമായി ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ സാന്നിധ്യവും ഉണ്ടാകും. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന സൂചികയുടെ ഭാഗമായി കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയം ആദ്യമായി പ്രസിദ്ധീകരിച്ച റാങ്കിങ്ങിൽ എ ഗ്രേഡ് നേടിയതും പഞ്ചായത്ത് അഡ്വാൻസ്മെന്റ് ഇൻഡെക്സിൽ മികച്ച ഭരണ വിഭാഗത്തിൽ കേരളത്തിൽ നിന്ന് ഒന്നാമതെത്തിയതുമാണ് ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിനെ രാജ്യത്തിന്റെ നെറുകയിലെത്തിച്ചത്. ചെങ്കോട്ടയിൽ നടക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ വിശിഷ്ടാതിഥിയായി ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷാരുതിയാണ് പങ്കെടുക്കുക. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള പഞ്ചായത്തായ ഒളവണ്ണയെ ഈ നേട്ടത്തിലെത്തിക്കാൻ സാധിച്ചത് കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായാണെന്ന് പ്രസിഡന്റ് പി ഷാരുതി പറയുന്നു. ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ഭരണസമിതി അംഗങ്ങളുടെയും ഇത്രയും കാലം ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടുള്ള ഒരു പഞ്ചായത്താണ് ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത്. കഴിഞ്ഞ കാലങ്ങളിലുള്ള മുഴുവൻ ഭരണസമിതികളുടെയും പ്രവർത്തനങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വലിയ നേട്ടം ഞങ്ങളുടെ ഭരണസമിതിക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. മെമ്പർമാരും പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും നമ്മുടെ മുഴുവൻ ഉദ്യോഗസ്ഥരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ഒരു നേട്ടങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി വലിയ രീതിയിലുള്ള പരിശ്രമം നടത്തിയിട്ടുണ്ട്. ജൽജീവൻ മിഷൻ പദ്ധതിയിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഹൗസ് കണക്ഷൻ നൽകിയ പഞ്ചായത്ത്, സ്ത്രീ സുരക്ഷയും ബാലസുരക്ഷയും ഉറപ്പാക്കിയതിന് സംസ്ഥാന ജാഗ്രതാ സമിതി പുരസ്കാരം, ലൈഫ് മിഷൻ PMAY പദ്ധതി നടത്തിപ്പിൽ ജില്ലയിൽ 1ാം സ്ഥാനം, ശുചിത്വ മിഷൻ അവാർഡുകൾ, സംസ്ഥാനത്തെ മികച്ച അംഗനവാടിക്കുള്ള പുരസ്കാരം, സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് തുടങ്ങിയ നേട്ടങ്ങളും ഒളവണ്ണ പഞ്ചായത്ത് ഈ ഭരണസമിതിയുടെ കാലയളവിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ എല്ലാം ഫലമായാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷാരുതിക്ക് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ വിശിഷ്ടാതിഥിയായി ക്ഷണം ലഭിച്ചത്. സമസ്ത മേഖലകളെയും ജെൻഡർ കൺസെപ്റ്റോട് കൂടി ആദ്യമായി ജെൻഡർ ബഡ്ജറ്റ് അവതരിപ്പിച്ചൊരു പഞ്ചായത്താണ് ഈ ഭരണസമിതിയുടെ കാലഘട്ടത്ത്. അത് നടപ്പിലാക്കാൻ ഏറെക്കുറെ ഭിന്നശേഷിക്കാർ, വനിതകൾ, കുട്ടികൾ എല്ലാ മേഖലയിലും നേട്ടം എത്തിപ്പിടിക്കാൻ കഴിയുന്നതുകൊണ്ട് അംഗനവാടിയുടെ പ്രവർത്തനത്തിൽ അംഗനവാടി പ്രവർത്തകർ, അതിൻ്റെ ഉദ്യോഗസ്ഥർ എല്ലാവരും ഒളവണ്ണ പഞ്ചായത്തിലെ മറ്റേത് പഞ്ചായത്തിനേക്കാളും പ്രതിപക്ഷ ഭരണപക്ഷം എന്നില്ലാതെ ഒരു പഞ്ചായത്ത് രാജ് എങ്ങനെയാണോ വിഭാവനം ചെയ്യുന്നത് ആ രീതിയിൽ ഒറ്റക്കെട്ടായി ഉദ്യോഗസ്ഥർ ഇപ്പം ട്രാൻസ്ഫറായി പോകുമ്പോൾ പോലും അവർക്ക് സങ്കടമാണ്. കേരളത്തിൽ നിന്ന് 6 പഞ്ചായത്തുകൾക്ക് മാത്രമാണ് ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന സൂചികയുടെ ഭാഗമായുള്ള റാങ്കിങ്ങിൽ എ ഗ്രേഡ് നേടാൻ സാധിച്ചത്. ഇതിൽ ഒളവണ്ണയടക്കം 5 ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർക്കാണ് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ വിശിഷ്ടാതിഥികളാകാൻ ക്ഷണം ലഭിച്ചത്. അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലും അഭിമാനത്തിലുമാണ് ഒളവണ്ണ പഞ്ചായത്ത് പ്രതിനിധികൾ. ന്യൂസ് മലയാളം, കോഴിക്കോട്.